ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മീനൂട്ടിനെ ആകാശിനെയാണ്. അങ്ങനെ മീനൂട്ടിയോടും ആകാശിനോടും നമ്മുടെ മീനൂട്ടിയുടെ അച്ഛനും അമ്മയും പറയുകയാണ്, ഇതുപോലുള്ള ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നത് മോളെ നിന്റെ ഭാഗ്യം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, അതുപോലെ മര്യാദയുള്ളവരാ ഗോമതിയും ബാലനും. അതുകൊണ്ട് തന്നെ മോൾക്ക് അർഹതപ്പെട്ട സ്ഥലമാണ് അത്. മോൾ കണ്ടെത്തിയ ജീവിതം അത് മോളുടെ ഇഷ്ടത്തിനാണെങ്കിലും നല്ലത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ മീനൂട്ടിക്കും ആകാശിനൊക്കെ. ആകാശിനാണ് കൂടുതൽ സന്തോഷമുള്ളത്. കാരണം ആകാശാണല്ലോ നമ്മുടെ ഗോമതിയുടെ മകൻ. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ബാലൻ്റെയും ഗോമതിയുടെയും മകനായ ആകാശിന് തന്നെ ആയിരിക്കുമല്ലോ സ്വന്തം അച്ഛനെയും അമ്മേനെയും കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ ഉണ്ടാകുന്നത്. പുകഴ്ത്തി പറയുന്നതല്ല, ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ സമയം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമേട്ടനെ വിളിച്ച് ബാലൻ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. രാമേട്ടാ, ഇവിടെ ഉണ്ടല്ലോ ഇന്നൊരു സംഭവം നടന്നു. എൻ്റെ പിറന്നാൾ ഇവിടെ ആദ്യമായിട്ട് ആഘോഷിച്ചു. എന്താ ഒരു സന്തോഷം എന്നറിയാമോ? അല്ല ബാല, നീ എന്നിട്ട് അതങ്ങ് സമ്മതിച്ചു കൊടുത്തോ? സാധാരണ നീ ഇതിനെയൊക്കെ എതിർക്കുന്നതായിരുന്നല്ലോ. അത് പിന്നെ മക്കളുടെ എല്ലാം ഒരു ആഗ്രഹമല്ലേ, ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഈ ബന്ധങ്ങളെല്ലാം കൂടി ചേരുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു ഫീലിങ്സാണ് മനസ്സിനുണ്ടാകുന്നത്. ഇപ്പോഴെങ്കിലും അത് നിനക്ക് മനസ്സിലായല്ലോ ബാല. സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ. ബാലേട്ടനും കൂടെ വേണമായിരുന്നു ഈ ഒരു പിറന്നാൾ ആഘോഷത്തിന്. പക്ഷെ എന്ത് ചെയ്യാനാ, മക്കളെല്ലാം കൂടെ എനിക്ക് സർപ്രൈസ് തന്നതാ. അല്ല, ആകാശ് വന്നില്ലേ? ആകാശ് വന്നില്ല. അവനും മീനാക്ഷിയും കൂടെ ഇനിയിപ്പോൾ തന്നെ എത്തുമായിരിക്കാം. രണ്ടുപേരും കൂടെ അവിടെ പോയിരിക്കല്ലേ. രണ്ടുപേരും അറിഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ ഫംഗ്ഷൻ നടക്കുന്ന കാര്യങ്ങളൊന്നും. എങ്കിൽ അവൻ ഓടിയെത്തിയനെ. അതൊന്നും സാരമില്ല, നോക്കിക്കോ, ഇനി എല്ലാം നല്ല ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് നടക്കാൻ പോവാ ബാല. അതുകൊണ്ട് നീ ഇനിയിപ്പം മീനാക്ഷിനെയും ആകാശിനെയും താമസിച്ചതിന് വഴക്കൊന്നും പറയരുത്. ഹേയ്, അവര് താമസിച്ചതിന് ഞാനെന്ത് വഴക്ക് പറയാന്? കുറേ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമല്ലേ മീനൂട്ടി വീട്ടിൽ പോകുന്നത്. പിന്നെ ഞാൻ വഴക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ ഗോമതിക്ക് ചെറിയൊരു വിഷമമുണ്ട് അവരില്ലാത്തതിൽ. അതൊന്നും സാരമില്ല, പോട്ടെ. എങ്കിൽ പിന്നെ അടുത്ത പെരുന്നാൾ നമുക്ക് ഗോമതി സ്റ്റോഴ്സിലും ആഘോഷിക്കണം വളരെ ഗംഭീരമായിട്ട്. അന്ന് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? മക്കളൊരു സർപ്രൈസ് തന്നത് തന്നെ വലിയ സമ്മാനമായിട്ട് ഇരിക്കുക ഞാൻ. എന്തോ മനസ്സിന് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം. ഇന്ന് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാനും പറ്റും. എങ്കിൽ പിന്നെ ബാല, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് രാമേട്ടൻ ഫോണും കട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ മീനൂട്ടിയും ആകാശം കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അമ്മയോടും അച്ഛനോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ ദേവമംഗലത്തെത്തിയപ്പോഴത്തേക്കും ഇതെന്തു പറ്റി? ബലൂണും അതും ഇതും ഒക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആകെ മൊത്തത്തിലൊരു മാറ്റം. ആകാശം, ഇതെന്താ ഇവിടെ എന്തെങ്കിലും ആഘോഷം നടന്ന പോലെ തോന്നുന്നു. അപ്പം തന്നെ നമ്മുടെ ദേവിയും ബാലനും ഗോമതിയൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ വന്നോ, കയറി വാ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചപ്പോൾ അച്ഛാ, ഇതെന്താ ഇവിടെ ഒരു ആഘോഷം നടന്നൊരു ഫീല്? അയ്യോ, അപ്പം ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇന്നിവിടെ പിറന്നാൾ ആഘോഷമായിരുന്നു നമ്മുടെ ബാലച്ചൻ്റെ. അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിച്ചോ? ആഘോഷിക്കാതെ പിന്നെ എന്താ? അതെ, നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അപ്പം നമ്മുടെ ബാലനും പറഞ്ഞു, എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഈ അച്ഛനുണ്ടാവുന്നത്. മക്കളില്ലാത്തതിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാരമില്ല, പോട്ടെ, നിങ്ങൾ വീട്ടിൽ പോയേക്കുമല്ലായിരുന്നു, അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ മീനൂട്ടിക്ക് ഭയങ്കര ഒരു വിഷമമായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ ദേവിയും പറഞ്ഞ സാരമില്ല, മീനാക്ഷിക്കും ആകാശിനും യോഗം ഇല്ലെന്ന് കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ ഈ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ. ഇനിയിപ്പോൾ അടുത്ത പിറന്നാൾ ആഘോഷിക്കുമ്പം നിങ്ങളെയും കൂട്ടാം, അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി വലിയ കാര്യത്തിനകത്തേക്ക് കയറി പോവാം. നമ്മുടെ മീനുവിന് മനസ്സിലായി ദേവി നന്നായിട്ട് നമ്മുടെ മീനുവിനിട്ടൊരു കുത്തിയതാണെന്ന്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവീനെയും ആനന്ദിനെയാണ്. അങ്ങനെ ദേവി ഇങ്ങനെ ആനന്ദിനോട് ഓരോ യേശുനി വരദൂഷണവും ഒക്കെ ഇങ്ങനെ തലയണ മന്ത്രം ഓതി കൊടുക്കുകയാണ്. അമ്മ പറഞ്ഞല്ലോ അന്ന് തലയണ മന്ത്രം ഏറ്റവും വലിയ മന്ത്രം തലയണ മന്ത്രമാണെന്ന്. ആ മന്ത്രം ഓതി കൊടുക്കുക. എന്നിട്ട് പറയുക, എനിക്ക് തോന്നുന്നതേ മനഃപൂർവ്വം ആനന്ദേട്ട, മനഃപൂർവ്വം മീനാക്ഷിക്ക് അറിയായിരുന്നു ഇന്ന് ബർത്ത്ഡേ ആണെന്നും ഇന്നിവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്നും. ഇതെല്ലാം ഞാനാണല്ലോ അറേഞ്ച് ചെയ്തത്. അപ്പം ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത ഫംഗ്ഷനിൽ പങ്കെടുക്കണ്ടെന്ന് അവൾ വിചാരിച്ചു കാണും. അതവൾക്ക് കുറച്ചിലായിരിക്കും. എന്താ ദേവി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും മീനാക്ഷി ചിന്തിക്കില്ല. ആര് പറഞ്ഞു? എൻ്റെ ആനന്ദേട്ടനൊരു ശുദ്ധനാന്നേ, ശുദ്ധൻ. ആനന്ദേട്ടന് മറ്റുള്ളവരുടെ മനസ്സൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പടിഞ്ഞാറാ സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, അതങ്ങ് വിശ്വസിക്കും. അത് പ്രത്യേകിച്ച് ആര്യനും ആകാശവും പറയുന്നതാണെങ്കിൽ കണ്ണിറുവടച്ച് അതങ്ങ് വിശ്വസിക്കും. എന്ത് പൊട്ടനാ ആനന്ദേട്ടാ നിങ്ങൾ? പൊട്ടനോ? അല്ല,
ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ പിന്നെ എന്താ പറയുക. എനിക്കറിയാം ഇതതുകൊണ്ട് തന്നെയാണ്. ആ സൂയും കുശുമ്പും തലയ്ക്ക് പിടിച്ചത് കൊണ്ട് മീനുട്ടിക്ക് അറിയായിരുന്നു ഇന്നിവിടെ ഫംഗ്ഷന് നടക്കും, അതുപോലെ എന്നെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതേ അവക്കങ്ങോട്ട് സൂഹിച്ചിട്ടില്ല. ഏതായാലും എന്തെങ്കിലും ആട്ടെ. പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ ഉള്ളൂ. ഒരു അഭിനന്ദനം കൂടി തന്നോ എനിക്ക് ആനന്ദേട്ടൻ. അത് പിന്നെ എന്തിനാ ഇതിൽ കൂടുതൽ അഭിനന്ദിക്കുന്നത്? നീ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് എനിക്കറിയാലോ, അത് നിനക്കും അറിയാലോ. എങ്കിലും അഭിനന്ദിക്കണ്ടേ ആനന്ദേട്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ ദേവിക്ക്. എന്നിട്ട് ദേവി പറഞ്ഞു, എനിക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല ആനന്ദേട്ടന്. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ എന്നെ കൊണ്ടുപോയേനല്ലോ ഹണിമൂണിന്. ഇതിപ്പോൾ അവർ വരണം, ഇവർ വരണം, ഇവർക്ക് വിഷമാവും, അവർക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ആനന്ദേട്ട ഹണിമൂണിന് പോലും എന്നെ കൊണ്ടുപോകാത്തത്. അത് പിന്നെ ആര്യനൊക്കെ വിഷമാവണ്ടല്ലെന്നോ. ആര്യൻ ഈ ആര്യനുമായിട്ടുള്ള കൂട്ട് അത്രയ്ക്ക് വേണ്ട. സഹോദരങ്ങളൊക്കെ ആയിരിക്കാം, എങ്കിലും ഒരാക്കലെ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമോ, ആര്യനെ ആളത്ര ശരിയല്ല. എന്താ ദേവി നീ പറയുന്നത്? ഇതാ പറയുന്നത്, എല്ലാവരെയും ആനന്ദേട്ടൻ കണ്ണീറുവടച്ചങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കരുത്. സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കൂടപ്പറപ്പാണെങ്കിലും ഒരകലം വേണം. ഒരു അകലം കീപ്പ് ചെയ്തില്ലെങ്കിലേ അത് പിന്നെ ആനന്ദേട്ടന് മനസ്സിലാകും. ഞാനൊരു കാര്യം പറയാം, ആനന്ദേട്ടൻ എന്നെ ഹണിമൂണിന് കൊണ്ടുപോകുമോ? എനിക്കറിയാൻ കൊണ്ടുപോകത്തില്ലെന്ന് ഏതെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഈ ദേവിയോട് അത്രയ്ക്കുള്ള സ്നേഹമൊക്കെ അല്ലേ ഉള്ളൂ, കാണുമ്പോഴുള്ള ഈ ഒരു ഉലുപ്പിരി മാത്രമേ ഉള്ളൂ. ദേവി നിന്റെ തോന്നല ഇതൊക്കെ. നമുക്ക് ഹണിമൂണിന് പോയാൽ പോരെ? ഉറപ്പായിട്ട് നമ്മൾ ഹണിമൂണിന് പോകും. ശരിയാണോ ആനന്ദേട്ട? ശരിയാന്നേ. എൻ്റെ ആനന്ദേട്ടൻ ഭാവ, എനിക്കറിയാം എൻ്റെ ആനന്ദേട്ടൻ പഞ്ച് ഭാവമാണ്. ഭഗവതി എൻ്റെ ആനന്ദേട്ടനെ കാക്കടേ എന്നൊക്കെ പറഞ്ഞോട്ട് നമ്മുടെ ദേവി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആര്യനും ആകാശും മിത്രയും മീനാക്ഷിയും കൂടി സംസാരിക്കുക. അങ്ങനെ ആര്യം പറയുക, സാരമില്ല, എടുത്ത് വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അങ്കിള് തന്നെ അറിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ കുറ്റബോധം എന്ന് മിത്രയും ചോദിച്ചു. അല്ല, ദേവിയെടുത്തിയുടെ വാക്കുകൾ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ദേവിയെടുത്തിയുടെ രീതികളൊക്കെ അറിയത്തില്ലേ, ഏടത്തി ഓരോന്നൊക്കെ പറയും, ആ പറച്ചിൽ തന്നെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം നമ്മുടെ ആകാശ് പറഞ്ഞു, അല്ല അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട്? ഒരിക്കലുമില്ല. ഈ വീട്ടിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്കാ. മിത്രയ്ക്കോ? അത് വേറൊന്നും കൊണ്ടല്ല, ചേച്ചിയുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി നിങ്ങളെ സ്വീകരിച്ചല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ലല്ലോ, അതോർത്തിട്ട് ഒരു വിഷമം, അതേ ഉള്ളൂ. അസൂയൊന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചിയുടെ സന്തോഷം എൻ്റെയും കൂടി സന്തോഷമല്ലേ. എനിക്ക് വിഷമം വന്നെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. നാളെയും ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഉറപ്പായിട്ട് പോകണം. അതിനിപ്പോൾ എന്താ? അല്ല മിത്ര, വേറൊന്നുമല്ല, ടെസ്റ്റ് റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിക്കണം. നാളെയാണെങ്കിൽ അമ്മയ്ക്ക് സ്കൂളിൽ പോകണം. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ പോകാൻ ആരുമില്ല. തീർച്ചയായിട്ടും പോകണം ചേച്ചി. അവരംഗീകരിച്ചല്ലേ, സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ പോകണം, അതാ വേണ്ടത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മിഥുനെയാണ്. അങ്ങനെ മിഥുൻ പറയുക ശരത്ത് എന്ന് പറഞ്ഞ കൂട്ടുകാരനോട്, നിനക്കറിയാമോ, നമ്മൾ ചൂണ്ടയിൽ കൊരുത്തിയ മീൻ പിടയ്ക്കുന്നത് അതുപോലെ പിടയ്ക്കും. അതുപോലെയാ അവളിപ്പം പിടച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നീ അവളെ കെട്ടാൻ വേണ്ടി തന്നെയാണോ? കെട്ടുവോ കെട്ടാതിരിക്കോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അവളെ സ്വന്തമാക്കണം. താലി കെട്ടിയിട്ടാണെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടാണെങ്കിലും. ഒരിക്കലും ഞാൻ കാണിച്ച പിഴവ് അത് ഇനി ഞാൻ കാണിക്കില്ല. അല്ലടാ, അവളെ താലി കെട്ടിയതല്ലേ? ആ കല്യാണം എന്തോ കുരുക്കുകൾ നിറഞ്ഞ കല്യാണം. ആ കുരുക്ക് ഞാൻ അഴിക്കും. ഇനി ആ കുരുക്കിൻ്റെ കുരുക്കഴിക്കുന്ന നടപടിയൊക്കെയാ നടക്കുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനും അവളും കൂടെ ചേർന്ന് നിൽക്കുന്ന കുറേ ഫോട്ടോകൾ ഞാൻ ഓരോന്നോരോന്നായി അവൾക്ക് അയച്ചു കൊടുക്കും. അത് കാണുമ്പം അവൾ ഞെട്ടുവല്ലേ. ഇത് ഭർത്താവ് കണ്ടാലോ അതിലും വലിയ ഞെട്ടലായിരിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം അകലും. പിന്നെ ഇത് മൈൻഡ് ചെയ്തില്ല എങ്കിൽ ഇതെടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. സോഷ്യൽ മീഡിയയിൽ രണ്ടഭിപ്രായം പറയുന്നവരാണല്ലോ ഉള്ളത്. എൻ്റെ ഭാഗത്ത് നിൽക്കാനും ഇഷ്ടം പോലെ ആളുകൾ കാണും. വിശ്വാസവഞ്ചനയ്ക്ക് ഞാൻ കൊണ്ടുപോയി കേസും കൊടുക്കും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത്രയും വരെ ഒന്നും പോകത്തില്ല, അവൾ കീഴടങ്ങും. നീ പറഞ്ഞ ഈ ഐഡിയ പൊളിക്കുമെന്ന് കൂട്ടുകാരൻ. അപ്പോഴത്തേക്ക് നമ്മുടെ മിഥുൻ അങ്ങോട്ട് ആത്മവിശ്വാസം അങ്ങോട്ട് കൂടി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആനന്ദല്ല മിഥുന് വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കിക്കോ, അവള് ഞാൻ വരയ്ക്കുന്ന കളത്തിനകത്ത് തന്നെ ആയിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ അമ്മേനെയാണ്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ പറയുക, എന്തോ ജീവിക്കാനുള്ള ആഗ്രഹം കൂടിയതുപോലെ തോന്നുക. എന്തോ എനിക്ക് ആകാശിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ശാന്തി, സ്ഥിരമായി അവരിവിടെ തന്നെ നിൽക്കുമോ? നമ്മൾ പറഞ്ഞ് സമ്മതിക്കുമോ?
അവർക്കതിന് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. അവരവിടെ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. നമുക്ക് സാവകാശം ഒന്ന് ചോദിച്ചു നോക്കാം. അല്ല, ഇത്രയും നാൾ അവിടെ കഴിഞ്ഞല്ലേ, അപ്പം കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ആകാശിന് നമ്മുടെ അവസ്ഥ മനസ്സിലാവും, സമ്മതിക്കും. എൻ്റെ ആഗ്രഹവും അങ്ങനെ തന്നെയാട്ടാ, അവരിവിടെ വേണമെന്ന് തന്നെയാണ്. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനെയാണ്. ബാലനാണെങ്കിൽ ഇങ്ങനെ തലമുടിയൊക്കെ ചെയ്യിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശകത്തേക്ക് കയറി വരിക. അപ്പം നമ്മുടെ ബാലൻ ചോദിച്ചു, എന്താടാ? അത് പിന്നെ ഇന്നലെ ബർത്ത്ഡേക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് സംസാരിച്ചതല്ലേ, നിങ്ങളുടെ കുഴപ്പമല്ലല്ലോ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഈ വീട്ടിലൊരു ചടങ്ങ് നടന്നത്. എന്നിട്ട് അതിന് പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാലോ, ഓ അതൊന്നും സാരമില്ല, അടുത്ത ജന്മദിനത്തിന് പങ്കെടുക്കാം. ഇനി നിങ്ങളുടെ ജന്മദിനം വരുമല്ലോ, ആഘോഷിക്കാമല്ലോ. എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നലെ. അല്ല, അച്ഛന് ഗിഫ്റ്റൊന്നും തരാൻ പറ്റിയില്ല, ബാക്കിയുള്ളവരൊക്കെ സമ്മാനം തന്നെന്ന് അറിഞ്ഞു. നിങ്ങളല്ലേടാ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം. അതിലേറ്റവും വലിയ വിലപ്പെട്ടത് ഈ അച്ഛൻ എന്ത് കിട്ടാനാ? അല്ല, നീ കടയിലേക്കല്ലേ? അതെ അച്ഛാ. നോക്ക്, നീ ആര്യൻ്റെ കാര്യത്തിൽ ഇടപെടണം, ഒന്ന് ഉപദേശിക്കണം. എന്നിട്ട് അവനോട് ജോലി അവസാനിപ്പിച്ച് പഠിക്കാൻ പറയണം. പറയാച്ച. അച്ഛനെ അവനെ അധികം വഴക്ക് പറയണ്ട. ഞാനെങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന് നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആഗ്രഹിച്ച രീതിയിലൊന്നും അല്ല അവൻ്റെ പോക്ക്. അത് നിനക്കറിയാലോ. ചില കാര്യം ന്യായങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പിന്നെ അത് വലിയ പ്രശ്നത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും ഇത്രയും കേട്ടിട്ട് ആകാശം ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന അടുക്കളയിൽ നമ്മുടെ ഗോമതി ഇങ്ങനെ തൂത്തും തുടച്ചും പറക്കിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മീനൂട്ടി വന്നിട്ട് അമ്മേ എന്നിങ്ങനെ വിളിക്കുക. അത് പിന്നെ അമ്മേ, ഇന്നലെ അമ്മയ്ക്ക് വിഷമായി പോയോ? എന്തിന്? അല്ല, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ആഘോഷം നടന്നിട്ട് ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. അത് മനഃപൂർവ്വമല്ലല്ലോ, സാഹചര്യം അങ്ങനെ ആയതല്ലേ. ഇവിടെ ഒരു ആഘോഷം നടക്കുന്നത് നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ മിത്രയും വന്നിട്ട് പറഞ്ഞു, ചേച്ചി അതൊക്കെ അങ്ങ് വിട്ടേരെ, അതൊന്നും സാരമില്ല. അപ്പം നമ്മുടെ ഗോമതി പറഞ്ഞു, അത് പിന്നെ ഇന്നലെ ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു. എൻ്റെയും ബാലേട്ടൻ്റെയും ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്നൊരു സന്തോഷം. ബാലേട്ടൻ്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞു, ദേഷ്യപ്പെട്ടൊന്നുമില്ല. അത് കണ്ടപ്പം എൻ്റെ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു. ബാലേട്ടന് ഒരുപാട് സന്തോഷമായി. പിന്നീട് ഞാനൊന്ന് വിഷമിച്ചു, നിങ്ങൾ കൂടെയില്ലാത്തതിന്. അത് സാരമില്ല. അല്ലാതെ മോളുടെ വീട്ടിൽ പോയതിന് ഈ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലമ്മേ, ഞങ്ങളും കൂടി ഇവിടെ വേണമായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നല്ല തല്ല് വെച്ച് തരും. അപ്പം നമ്മുടെ ദേവി വന്നിട്ട്, ഇതെന്തു പറ്റി? ഇതെന്താ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്? ഓ എൻ്റെ മീനു, എനിക്ക് മനസ്സിലായി. ഇന്നലെ ഇല്ലാത്തത് കൊണ്ടല്ലേ. എങ്കിലും എന്ത് പണിയാ മീനു പറ്റിച്ച് കളഞ്ഞത്? ഇന്നലെ ഇവിടെ വരത്തില്ലായിരുന്നു മീനുവിന് നേരത്തെ. ഓ എന്തൊക്കെയായിരുന്നു, എല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിച്ചതല്ലേ. എന്നിട്ട് മീനാക്ഷി വരാത്തത് സങ്കടമായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു, അതിനിപ്പോൾ എന്താ പ്രശ്നം? പ്രത്യേകിച്ച് ഇന്നലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, അത് ഇത്രയും വലിയ ഊതിപ്പെരിപ്പിക്കാനായിട്ടൊന്നും നടന്നില്ലല്ലോ, പിന്നെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവിയോട്. അപ്പം ദേവി, അത് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ആഘോഷമല്ലേ ഇവിടെ നടന്നത്. അപ്പം വേണ്ടവരൊക്കെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറവ് തന്നെയല്ലേ. അതൊരു കുറവ് തന്നെയാണ്. അത് വലിയൊരു കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.